ഹായ് ഫ്രണ്ട്സ്, സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, കിച്ചണിൽ അടുപ്പ് എവിടെയാണ് കത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും രണ്ടാമത്തേത്, കിച്ചൺ കബോർഡിൻ്റെ ഹൈറ്റ് എത്രയാണ് എന്നതിനെക്കുറിച്ചുമാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻറ്റീരിയൽ സംബന്ധമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. കിച്ചണിൽ അടുപ്പ് കത്തിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് അഗ്നിക്കോണിലാണ്. അഗ്നിക്കോൺ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ് അഗ്നിക്കോൺ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിൽ അടുപ്പ് കത്തിക്കേണ്ട ശരിയായ സ്ഥാനം കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്ത് തീർച്ചയായും അടുപ്പ് കത്തിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇനി കിഴക്ക് ഭാഗത്ത് നിവൃത്തിയില്ല എങ്കിൽ മാത്രം വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വടക്ക് ഭാഗത്തും കത്തിക്കാൻ പറ്റും. അത് സെക്കൻഡ് ഒപ്പീനിയനാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കിച്ചൺ കബോർഡിൻ്റെ ഹൈറ്റ് എടുക്കുന്നത് സാധാരണയായി സിങ്കിൻ്റെ പാത്രം കഴുകാനായിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് കിച്ചൺ കബോർഡിൻ്റെ ഹൈറ്റായിട്ട് കണക്കാക്കുന്നത്. അതായത് ഒത്തിരി കുനിഞ്ഞു നിന്ന് പാത്രം കഴുകുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് നടുവേദന വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹൈറ്റ് കൂട്ടി 90 സെൻറ്റിമീറ്ററാണ് കബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 90 സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് വെച്ച് കിച്ചൺ കബോർഡ് പണിതാൽ സുഖമായിട്ട് സിങ്ക് ഉപയോഗിക്കാൻ സാധിക്കും. സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ടൊരു ടേപ്പ് എടുത്തുകൊണ്ട് ആ ഹൈറ്റ് ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. ഇപ്പോൾ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കിച്ചണിൽ അടുപ്പ് കത്തിക്കേണ്ട സ്ഥലവും കിച്ചൺ കബോർഡിൻ്റെ ഉയരവും എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് രണ്ടും കൃത്യമായ വിവരം പറഞ്ഞ് ഞാൻ തന്നിട്ടുണ്ട്. ഇനി അതനുസരിച്ച് നമ്മളുടെ വീട്ടിൽ കബോർഡുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ കാർപ്പൻ്റർ വരുമ്പോൾ, ഇൻറ്റീരിയർ വർക്കർ വരുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ പൈസ മുടക്കി ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അതിന് നഷ്ടം നമുക്ക് തന്നെയാണ്.